മറ്റത് ഗുരുത്വമല്ല. നിന്റെ പൊന്നുമോളോ നിന്റെ ഭാര്യയോ എന്ത് വസ്ത്രം ധരിക്കണം പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ ഹബീബല്ലേ വെറുതെയിലാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പുന്നാര മോളല്ലേ കാട്ടിത്തന്നത്. ആരാ ഉപ്പാ ഫാത്തിമ? ആരാ ഉപ്പാ ഫാത്തിമ? ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ഒരന്യ പുരുഷനും കാണാത്ത പെണ്ണാ ഫാത്തിമ. ജീവിച്ചിരുന്ന സമയത്ത് ഒരന്യ പെണ്ണും ഒരു അന്യ പുരുഷനും കണ്ടിട്ടില്ല. അന്യ പുരുഷൻ പോലും കാണാത്ത പെണ്ണല്ലേ ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമ. ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി കിടക്കുമ്പോൾ അവിടുത്തെ ജനാസ മറമാടപ്പെട്ട് കിടന്ന ആ ജനാസയുടെ ചാരത്തിലേക്ക് അബൂദർ എന്ന് പറയുന്ന ഒരു സ്വഹാബി ചെല്ലുകയാ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു ചെല്ലുകയാ. എന്നിട്ടോ അബൂദർ പറയുന്നു, യാ ഖബർ, അല്ലയോ ഖബറേ, അല്ലയോ ഖബറേ, എന്നിലേക്ക് വെച്ചതാരെയാണെന്നറിയുമോ ഖബറേ? ആരുടെ മോളാണെന്നറിയുമോ ഖബറേ? ആരുടെ ഉമ്മയാണെന്നറിയുമോ ഖബറേ? ആരുടെ ഭാര്യയാണെന്നറിയുമോ ഖബറേ? എന്ന് പറയുന്ന സമയത്ത് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പറയുന്നു, ലോകത്തിന്റെ അമ്പിളിയായി, ലോകത്തിന്റെ പ്രകാശഗോപുരമായി, ലോകത്തുള്ള മാനവന്റെ മുഴുവൻ മനസ്സിന്റെ മടിപ്പട്ടിലേക്ക് മലർവനി വിരിച്ചു കൊടുത്ത ലോകത്തിന്റെ സയ്യിദായ, ലോകത്തിന്റെ നേതാവായ, അധപതനത്തിന്റെ തമോഗർത്തങ്ങളിൽ നിന്ന് തമസ്വീകരിക്കപ്പെടുന്ന ഫലങ്ങളെന്ന ലോകത്തിന്റെ ഉന്നതിയുടെ അമരത്തിലേക്ക് കരം പിടിച്ചുയർത്തിയ അല്ലാഹുവിന്റെ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ മാണിക്യമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ കരളിന്റെ കഷ്ണമാണ് എന്റെ പുണ്യമോള് ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണ് എന്റെ പുണ്യമോള് ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പുണ്യമോളാ ഖബറേ. ആരുടെ ഭാര്യയാണ്? ആരുടെ ഭാര്യയാണ്? സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങൾ നാലാം സ്ഥാനമുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയെ ഖൈദറുൽ ഖറാർ അലിയാര് തങ്ങളുടെ ഭാര്യയാണ്. ആരുടെ ഉമ്മയാണെന്നറിയോ? യുവാക്കളുടെ സ്വർഗീയ യുവാക്കളുടെ നേതാവായ, സ്വർഗീയ യുവാക്കളുടെ നേതാവായ ഹസനൈനി അബിൽ ഹുസൈനീൻ, ഹസനിന്റെയും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ അവരുടെ ഉമ്മയാണ് ഖബറേ, അവരുടെ ഉമ്മയാണ് ഖബറേ. അതുകൊണ്ട് പരിഗണിക്കണം ഖബറേ, അതുകൊണ്ട് പരിഗണിക്കണം ഖബറേ എന്ന് ഖബറിനോട് പറയുമ്പോഴാ ആ ഖബറിന്റെ മറുപടി വരുന്നു, നിർത്തു ദുർറേ, നിന്റെ പ്രഭാഷണം നിർത്തുക. എന്റെ കാരണം അറിയുമോ? വന്നതാരാണെന്ന് എനിക്കറിയാം, വന്നതാരാണെന്ന് എനിക്കറിയാം. ഒരു പിന്നെയും പ്രഭാഷണത്തിന്റെ ആവശ്യം ഇതിനിടയിൽ ഇല്ല. വന്നവരും നല്ലവരാണെങ്കിൽ ഞാൻ പരിഗണിക്കാം, അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെയും വാദത്തിനിവിടെ പ്രസക്തിയില്ല. ആരാ ഫാത്തിമ? പൊന്നുമോളെ ആരാ ഫാത്തിമ? ഒന്ന് കുടിക്കണം മോളെ ഫാത്തിമയെ പോലെ ജീവിക്കാൻ. കാരണം നാളെ മഹ്ശറിലെ കടന്നു ചെല്ലുമ്പോൾ എല്ലാവരും മഹ്ശർ നിരന്നു നിൽക്കുന്ന സമയത്ത് പടച്ചവന്റെ പ്രഖ്യാപനം വരുന്നു. എല്ലാവരും കണ്ണടയ്ക്കുക, എല്ലാവരും കണ്ണടയ്ക്കുക, എല്ലാവരും കണ്ണടയ്ക്കുക. എന്റെ കാരണം അറിയുമോ? അതാ കടന്നു വരുന്നു ലോകത്തിന്റെ നേതാവിന്റെ പൊന്നുമോളെ ഫാത്തിമ. അതാ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കടന്നു വരുന്നുണ്ട്. ജീവിച്ചിരുന്ന സമയത്ത് ഒരാളും കാണാത്ത പെണ്ണായതുകൊണ്ട് നാളെ മഹ്ശറിൽ ഒരാളും കാണേണ്ട ആവശ്യമില്ല. എന്ത് പദവിയാവുമ്മ? ദുനിയാവിൽ ഒരു ആണിന്റെ മുമ്പിലേക്കും ഇറങ്ങാത്തതിന്റെ പേരില് നാളെ മരണപ്പെട്ടു ഖബറിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ മഹ്ശറിൽ എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന വരുന്ന കണ്ണടയ്ക്കൂ, കണ്ണടയ്ക്കൂ. ഫാത്തിമ കടന്നു വരുന്നുണ്ട്, ഫാത്തിമ കടന്നു വരുന്നുണ്ട്.